ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് എല്ലാവരും കണ്ടില്ലേ? ഗ്ലോബൽ വില്ലേജും അതിനകത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബർദുബായിലെ ഹയാത്തിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. വാഫി മാളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഏകദേശം. അങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ റൂമൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിൽ ചെന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇതൊരു സ്റ്റുഡിയോ റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു. ഇപ്പോൾ ഡോർ തുറന്ന് ഫസ്റ്റ് തന്നെ വരുന്നത് കിച്ചനാണ്. കിച്ചണിൽ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഒരു ചെറിയ കിച്ചനാണ്, പക്ഷേ എല്ലാ സൗകര്യവും ഉണ്ട് അതിനകത്ത്. ഇതൊരു ഓപ്പൺ കിച്ചനാണ്. അതിൻ്റെ കൂടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും വരുന്നുണ്ട്. കൂടാതെ ഒരു ചെറിയൊരു വാഷ്റൂമും ഉണ്ടായിരുന്നു.
ബെഡ്റൂം വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. ഇടയ്ക്ക് ഇതുപോലെ ഡെയിലി റുട്ടീനൊക്കെ മാറിയിട്ട് ഒന്ന് ചേഞ്ച് വരുന്നത് നല്ലതാണ്, നമുക്കൊന്ന് റിഫ്രഷ് ആവാനും. ഇതിപ്പോൾ 2-3 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഒന്നത് ദുബായിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതുപോലെ സമയവും സന്ദർഭമൊക്കെ ഒത്തു വരുമ്പോൾ ഞങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി, ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ താഴെ ഡൈനിങ്ങിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷായി. പിന്നെ ഫ്രഷായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 11 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയതായിരുന്നു. എവിടെ പോവാ എന്താ ചെയ്യാമെന്നൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എടുക്കാണോ തോന്നുന്നത് അങ്ങോട്ട് പോവാം, അങ്ങനെയായിരുന്നു പ്ലാന്. അങ്ങനെ ലഞ്ചിന് മുന്നേ കുറച്ച് ടൈമും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ജുമൈറ ബീച്ചിൽ പോകാമെന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ട് വിട്ട്. അങ്ങനെ ദുബായിയുടെ ഭംഗിയും എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. ദുബായിയുടെ ഹൃദയഭാഗം തന്നെ പറയാം ഈ ഒരു സ്ഥലം.
നമ്മളിപ്പോൾ ജുമേറ ബീച്ചിലെത്തിയിട്ടുണ്ട്. ദുബായിലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ചാണിത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ആ കാണുന്നത് ബുർജുൽ അറബ്. ഇത് മാത്രമല്ല, ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് റിസോർട്ട്സും ഹോട്ടൽസും ഒക്കെ ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു ബീച്ചും കൂടെയാണിത്. പാരാസെയിലിങ്ങും ബോട്ടിങ്ങും ജെറ്റ് സ്കൈയിങ്ങും അതുപോലെ സ്ക്യൂബ ഡൈവിങ്ങും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ അധികം സൺബാത്തിന് വന്നവരാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ അധികം ഇവിടെ നിന്നിട്ടില്ല. നല്ല വെയിലും നല്ല ചൂടുമാണ്. അങ്ങനെ ലഞ്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ച്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞ് ലാസ്റ്റ് ബുർജ് ഖലീഫയും ദുബായ് മാളും ഫിക്സ് ചെയ്ത് അങ്ങനെ ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. പക്ഷെ എന്നാലും വീണ്ടും പോകാനൊരു പ്രത്യേക ഇഷ്ടമാണ് അങ്ങോട്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വ്ളോഗിൽ വരുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഡേ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ ദുബായ് മാളത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, കണ്ട് സപ്പോർട്ട് തരിക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.